എനിക്ക് പല പല സിറ്റുവേഷൻസിൽ പല പല പാട്ടുകൾ തോന്നിയിട്ടുണ്ട്. ചന്ദനമണിവാതിൽ പാടുമ്പോഴെനിക്ക് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം വന്നു. കാരണം പാടിയതിന് ശേഷം ഞാൻ ഒറ്റ ടേക്കിൽ ത്രൂ ആവുന്ന പാട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ എന്ന് രവിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനത് ഒന്നും കൂടെ എടുത്താൽ കൊള്ളാം. കാരണം സാധാരണ 2-3 ടേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബെസ്റ്റ് വരുന്നത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് അവിടെ സൈഡിൽ നിന്ന് ഇതിൻ്റെ സിനിമയുടെ ഒരു സഹായി പറഞ്ഞത്, അത് സിനിമയിൽ ഇത് കാണുമെന്ന് സംശയമാണ്, ഫീമെയിൽ വോയിസ് കാണുള്ളൂ എന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല പാട്ട് നന്നായിട്ട് വന്നുകൊണ്ടാണോ, സിനിമയിൽ എൻ്റെ പാട്ട് അതിനകത്ത് ഓർക്കസ്ട്രൽ ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊരു അശരീരി പോലെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ റേഡിയോയിലൂടെയൊക്കെ വന്നിട്ടാണ് ഈ പാട്ട് വളരെ പ്രശസ്തമാകുന്നത്. ഞാൻ വളരെയധികം ഭയാശങ്കയോട് പാടിയ പാട്ടാണ്. രാരി രാരിരം രാരു പാടി രാക്കിളി പാടി, അതൊക്കെ സ്ട്രെയിറ്റാണ്. അപ്പോൾ അത് വരുമോ, അന്ന് കഴിഞ്ഞ മുമ്പത്തെ പാട്ടുകൾ ഇങ്ങനെ പല പല അനുഭവങ്ങളുള്ളതുകൊണ്ട് അത് വരുമോ ഇല്ലയോ, വന്നാൽ എന്തൊക്കെ വരും എന്നൊക്കെ ഉള്ളൊരു അങ്ങനെ ഒരു വല്ലാത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നെ ജോൺസേട്ടന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വസന്തത്തിൻ മണിച്ചെപ്പ് തുറക്കുന്നു വർത്തമാനകാലം. അത് കാലത്തെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് ഊണുപോലും കഴിയാണ്ട് ഏതാണ്ട് 3:45 മറ്റാണ്. കാരണം ഹെവി ഓർക്കസ്ട്രേഷനും ട്രാക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റുഡിയോയിലാണ് എടുത്തിരുന്നത്. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ റെക്കോർഡിങ്ങിന് രശ്മി വന്ന് കാണുന്നത് കളിക്കളം എന്ന് പറഞ്ഞ ചിത്രത്തിന് 2 പാട്ട് അടുപ്പിച്ച് പാടുന്നതാണ്. അപ്പോൾ പൂത്താലം വലം കൈലേന്തി വസന്തം, അത് ഭയങ്കര ഇഷ്ടമാണ് രശ്മി. കാരണം ആദ്യമായിട്ട് രശ്മി റെക്കോർഡിങ് കേൾക്കുന്ന ഒരു പാട്ട് അതാണ്. പിന്നെ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്ത് VK പ്രകാശിനെ എനിക്ക് സുഹൃത്ത് എന്നുള്ളതിനേക്കാളും എൻ്റെ ഒരു സഹോദരൻ എന്നൊക്കെ എനിക്ക് വിശേഷിപ്പിക്കും. അത്രമാത്രം ഒരു ഫാമിലി ടൈസൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് അവർ. VKPയുടെ താമര നൂലിനാൽ മെല്ലയൻ മീനിൽ തൊട്ടു വിളിക്കൂ, ആ പാട്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്.